ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ 5 മണിക്ക് എണീറ്റുങ്ങാണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടാവും. 6:30 മണിയായിക്കണ് ഇപ്പം കിച്ചണിലെത്തിയപ്പോൾ. അപ്പോൾ ഇന്ന് സ്കൂളിലെ ദിവസമാണ്. അപ്പം ചോറും കൂട്ടാനൊക്കെ വേണമല്ലോ. അപ്പോൾ പച്ചക്കറിയൊക്കെ ഞാൻ കട്ട് ചെയ്തങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിനിയല്ലോ. അപ്പോൾ അതൊക്കെ പുറത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ ഫ്രിഡ്ജ് തുറക്കുമ്പം എന്തൊക്കെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ പുറത്തേക്ക് വെക്കും. ഇടക്കിടക്ക് ഇങ്ങനെ പോയിങ്ങാണ്ട് ഫ്രിഡ്ജ് തുറക്കാൻ നിൽക്കൂല. അങ്ങനെ അതൊക്കെ പുറത്തേക്ക് വെച്ചു. അപ്പം ചോറിനുള്ള അരിയൊക്കെ കുക്കറിൽ ഇട്ട് കൊടുത്തിക്കണം. അപ്പം ഇനി കടി ഉണ്ടാക്കാൻ പൊടിയൊക്കെ എടുത്തുങ്ങാണ്ട് അതിക്ക് തിളച്ച വെള്ളം ഉപ്പിട്ടുങ്ങാണ്ട് അത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഇന്നത്തെ കടി അടയാണ് കേട്ടോ. അട എന്നും പറയും, കട്ടിപ്പത്തിരി എന്നും പറയും കേട്ടോ. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടി മുട്ടക്കറിയാണ് കേട്ടോ. നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടുങ്ങാണ്ട് പത്തിരിക്ക് വാട്ടിയെടുക്കണ മാതിരിയല്ല, നൂൽപുട്ടിന് കുഴച്ചെടുക്കണ മാതിരി വെള്ളം പൊടിക്ക് ഒഴിച്ചുങ്ങാണ്ട് അങ്ങനെ വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ പിന്നെ കുറച്ച് തേങ്ങ ചതച്ചുങ്ങാണ്ട് അത് ഇട്ട് കൊടുത്ത് ചിരവിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എളുപ്പത്തിനാണ്, ചിലപ്പം പുതിയ ആൾക്കാരൊക്കെ കാണുന്നവരുണ്ടാവും എന്താ അപ്പോൾ ചതച്ചിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തുങ്ങാണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് ചൂടാറിയിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ചൂടാറണമെന്നില്ല, ചൂടാറുമ്പോഴത്തേന് കറി ഉണ്ടാക്കി വിചാരിച്ചുകൊണ്ട് ഒന്ന് അടച്ചുങ്ങാണ്ട് മാറ്റി വെക്കുകയാണ്. മുട്ടക്കറി പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണം മുട്ടക്കറി കേട്ടോ. കുറേ വീഡിയോസിൽ ഈ മുട്ടക്കറി ഉണ്ടാവും, എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. അപ്പം വെളിച്ചെണ്ണയൊക്കെ വെച്ചുങ്ങാണ്ട് കടുക് ഇട്ടുങ്ങാണ്ട് പൊട്ടിച്ചിട്ട് പിന്നെ തക്കാളിയും പച്ചമുളകും ഒന്ന് ക്രഷ് ചെയ്തുങ്ങാണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടോ. കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ എളുപ്പം വാടി കിട്ടാൻ വേണ്ടിങ്ങാണ്ടാണ് അങ്ങനെ ചെയ്തത്. എൻ്റെ നല്ലോണം വാടി വന്നിട്ട് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അധികം മസാലയൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ 1 സ്പൂണ് മുളകും പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും പിന്നെ മല്ലിപ്പൊടിയും കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. മല്ലിപ്പൊടി അധികം ആവരുത്. അതേപോലെ പിന്നെ കുറച്ച് ചുടുവെള്ളം അത് ഒഴിച്ചു കൊടുത്ത് പിന്നെ പാകത്തിന് ഉപ്പിട്ടെടുത്തുകൊണ്ട് തിളച്ചിട്ട് വേണം കേട്ടോ മുട്ട പൊട്ടിച്ച് വയ്ക്കാൻ. അപ്പോൾ കണ്ടെൻ്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിയത്, മുട്ട കയ്യിൽ നിന്ന് അങ്ങനെ തെന്നി കറിയിക്കണ് വീണു. അപ്പോൾ അതാണ് മുട്ട നമ്മൾ ഓൾറെഡി കഴുകിയോണ്ട് കുഴപ്പമില്ല. കഴുകാത്ത മുട്ടയാണെങ്കിൽ പിന്നെ നമ്മൾ ആ കറി ചീത്തയാവുമല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളെ മുട്ടക്കറി സെറ്റായി. ഇനി നമ്മളെ പൊടിയൊക്കെ ചൂടാറിയിക്കണ്. അപ്പോൾ നമുക്ക് കുഴച്ചുങ്ങാണ്ട് അടയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് ഹൈമിട്ടുങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ പത്തിരിക്ക് കുഴക്കണ മാതിരി ഒന്നും കുഴക്കണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് പൊടിയൊന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. അങ്ങനെ നമ്മളെ പത്തിരിൻ്റെ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ചായ ഒന്ന് കൂട്ടിയെടുക്കാം. ഗ്രൗണ്ടിൽ പന്തിന് പിരിവ് പന്തങ്ങനെ എത്രയും ദിവസം കളിച്ചിന് പന്തോ പൊട്ടി
ഞങ്ങളിപ്പോൾ ഒരു ചെറിയ ചെക്കൻ്റെ പന്തോടെ കളിച്ചത്. ഓനാണെങ്കിൽ പന്ത് തരുന്നില്ല. ഓൻ്റെ ചെറിയ പന്തമാണ്. അങ്ങനെ ചായയും കറിയൊക്കെ ആയിട്ടോ. നമുക്ക് കടി ചുട്ടെടുക്കാം. അങ്ങനെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ചട്ടിയൊക്കെ നല്ലോണം ചൂടായിക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഒന്ന് പ്രസ് ചെയ്തെങ്ങാണ്ട് പൊടി തട്ടിയെടുക്കൊന്നും വേണ്ട. പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ഈ കടി ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ പ്രസ് ചെയ്യണം. അങ്ങനെ ചട്ടിക്ക് തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചട്ടിയിൽ ഒരു 5 എണ്ണ വരെ പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്ന് ഇങ്ങനെ ആകുമ്പോൾ വേറെ അങ്ങനെ എന്താ പറയുക പ്രസ് ചെയ്തെങ്ങാണ്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ പത്തിരി ചുട്ടെടുക്കണ മാതിരി തന്നെ കേട്ടോ. പെട്ടെന്ന് ആവും. ഒന്നിങ്ങനെ പൊള്ളച്ച് വരും. ഇങ്ങനെ സ്പീഡിൽ മറിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ഇവിടെ സ്പീഡ് കൂട്ടി കൊടുത്തതാണ്. നമ്മൾ പത്തിരിക്ക് ചുട്ടെടുക്കണ മാതിരി തന്നെയാണ്. അങ്ങനെ കടി ഉണ്ടാക്കല കഴിഞ്ഞ് ഒരടുപ്പത്തെ മീൻ പൊരിക്കാൻ വെച്ചിക്കണ്. അപ്പോൾ മസാല തേച്ച് നല്ല ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലോ. അതേപോലെ ഉപ്പേരിക്ക് ചീരത്തണ്ട് അരിഞ്ഞ് അതും വെച്ച് കഴിഞ്ഞാലോ. അപ്പോൾ അതും ഒന്ന് ഉപ്പേരിയാക്കി എടുക്കുകയാണ്. തേങ്ങയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചിട്ടുകയാണ്. അപ്പോൾ മീൻ പൊരിയും ഉപ്പേരിയും ഒക്കെ ഉണ്ട്. കറി ഉണ്ടാക്കണില്ല. കറി ഇന്നലത്തെ രാത്രി മീൻ മുളക് ഇട്ടിഞ്ഞല്ലോ. അപ്പോൾ അതുണ്ട്. അപ്പോൾ അത് മതി. അപ്പോൾ ഇന്ന് കുറച്ച് അടുക്കളയിൽ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പണിക്കാർ 9 മണിയാകുമ്പോഴത്തേന് വരും. അപ്പോഴത്തേന് ഇവിടുത്തെ ഫുള്ള് പണി കഴിഞ്ഞ് നമുക്ക് കിച്ചൺ ഒഴിച്ചു കൊടുക്കണം. അപ്പം അങ്ങനെ പെട്ടെന്നൊക്കെ തീർക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 റാക്കിൻ്റെ മുകളിൽ ഡോറ് വെക്കാനുണ്ടായിനി. അപ്പോൾ അതിന് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ പണിക്കാർ വരും. അതാണ് കേട്ടോ ഇവിടെ പണി നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാ പണികളും കഴിഞ്ഞിട്ട് അപ്പോൾ വാവ സ്കൂൾക്ക് പോകാനായിക്കണ്. അപ്പോൾ അവന് ചോറൊക്കെ പേക്കാക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോസ് ഇവിടെ ചെന്ന് വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.